കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. MLA ആയ അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപേക്ഷിച്ചു. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളിപ്പറഞ്ഞു. അത്തരമൊരു ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹവുമായുള്ള ബന്ധങ്ങൾ വേർപെടുത്തി. കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുള്ള ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരം വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികം വളരെ ആഘോഷപൂർവ്വമാണ്. കാലാവസ്ഥയുടെയൊക്കെ പ്രതികൂല നിലയുണ്ടായിട്ട് പോലും വൻ ജനപങ്കാളിത്തമാണ് ഈ ആഘോഷ പരിപാടികളിലെല്ലാം ഉണ്ടായത്. 2016 മുതൽ 21 വരെ പിണറായി ഗവൺമെൻറ്റിനുള്ള അംഗീകാരം എന്ന നിലയിലാണ് 21-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതിയത്. വീണ്ടും ഒരു 3ാം തവണ കൂടി അധികാരത്തിൽ വരും എന്ന നിലയിലാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം കേരളത്തിൽ വൻകിട വികസന പദ്ധതികളും ജനക്ഷേമ നടപടികളും ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം ശക്തമായി ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ അനുഭവങ്ങളെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ ജനങ്ങളിൽ വലിയ സ്വീകാര്യതയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുള്ള മറ്റൊരു പ്രത്യേകത, ഓരോ വർഷത്തെയും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട്, പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാം ഗവൺമെൻറ്റിൻ്റെ 4ാം വർഷം പൂർത്തിയാക്കിയപ്പോൾ ആ 4ാം വർഷത്തെ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളും പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഗവൺമെൻറ്റും സ്വീകരിക്കാത്ത നിലപാടാണ്. കേരളം അത്തരം ചില പുതുമകൾ, കാരണം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളുണ്ട്, അത് എത്രത്തോളം നടപ്പിലാക്കി, അത്തരം പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ ഇത്തരമൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും 3ാം ഗവൺമെൻറ്റിലേക്ക് വരുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണുള്ളത്. അത് ഞങ്ങൾ പല സന്ദർഭങ്ങളിലായി ആ അന്തരീക്ഷത്തെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് പരാജയപ്പെട്ടു എന്നൊന്നും അതിൻ്റെ അർത്ഥമില്ല. അൻവർ ഒരു വേറിട്ട നിലപാടെടുത്തത് കൊണ്ട് CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്വീകരിക്കുന്ന നിലപാട് പാളിപ്പോയി അല്ലെങ്കിൽ തെറ്റായിപ്പോയി എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. 1957 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, 1967 അവിഭക്ത കമ്മ്യൂണിസ്റ്റ്, പിന്നീട് CPIM രൂപകിട്ടതിന് ശേഷം CPI, ആ നിലയിൽ തെരഞ്ഞെടുപ്പിനെയെല്ലാം നേരിട്ട സമയത്ത് ഞങ്ങളെ പാർട്ടിക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന് മാത്രമല്ല, ജയിച്ചു വന്ന സ്വതന്ത്രന്മാർക്ക് വലിയ പദവിയും നൽകിയിട്ടുണ്ട്. അത് അൻവർ എടുത്തൊരു നിലപാടിൻ്റെ ഭാഗമായി ആ പരീക്ഷണമാകെ പൊളിഞ്ഞു എന്ന നിലപാട് പാർട്ടിക്കില്ല. അപ്പം അതുകൊണ്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർട്ടിക്ക് തീരുമാനിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെയുള്ള സാധ്യതകളും അവിടെ വരുന്ന രാഷ്ട്രീയ നിലയും പരിശോധിച്ചുകൊണ്ട് CPIM ആണ് സ്ഥാനാർത്ഥി നിശ്ചയിക്കുക. CPIM സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ CPIM-ന് അധികാരമുണ്ടെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളുമായി കൂടിയാലോചിച്ച് സ്ഥാനാർത്ഥികളെ അതിവേഗത്തിൽ പ്രഖ്യാപിക്കും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നത്തിൽ ഞങ്ങളിപ്പം എന്തെങ്കിലും ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നമുണ്ട്. അവർക്കെന്താ, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം, മുൻ KPCC പ്രസിഡൻറ്റിൻ്റെ നിലപാട്? അധികാരം പിടിക്കുക, എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലല്ലല്ലോ അവർക്ക് താല്പര്യം.
നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതല്ല. അതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പഴിക്കുക, CPM-നെ ആക്ഷേപിക്കുക, ഈ നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഇന്ത്യയിലുടനീളം ഈ നിലപാടിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അവരുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് നോക്കിയിട്ടല്ല, ഞങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമായ, ജനങ്ങൾക്ക് കൂടുതൽ സ്വീകരിക്കാൻ കഴിയാവുന്ന ആളാരാണ് എന്ന് പരിശോധിച്ച് ഉചിതമായ സ്ഥാനാർത്ഥിയെ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിക്കും. അതിലൊരു ഉത്കണ്ഠയും ഉണ്ടാകേണ്ടെന്ന് ആവശ്യമില്ല. അത് പാർട്ടിയുടെ അവകാശത്തിൽപ്പെടുന്ന പ്രശ്നമാണ്. സാധാരണ നിലയിൽ പാർട്ടി ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ് സ്ഥാനാർത്ഥി നിർണയം അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. ആ നിലപാട് തന്നെയാണ് നിലമ്പൂർ ഇലക്ഷൻ്റെ കാര്യത്തിലുള്ളത്. അതിൽ വ്യത്യസ്തമായൊരു കാര്യമെന്നില്ല. 2-ാം തീയതിയല്ലേ ഈ നോമിനേഷൻ? ഉറപ്പാണ് അതിനു മുമ്പ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് പ്രഖ്യാപിക്കും. അതിപ്പോൾ പറയാൻ പറ്റില്ല.